2021 MBBS സീറ്റാണോ ലക്ഷ്യം? ഉടൻ ജോയിൻ ചെയ്യൂ സൈലം ലേണിംഗ് ആപ്പിന്റെ ക്രാഷ് കോഴ്സിൽ. ദീപമെന്നും ഉണരുമിടമായോ കൊയിലിനെ തേടി കൊയിലിനെ തേടി ചന്ദ്രന്റെ ചന്തമായി ഞാൻ അറിഞ്ഞ പൊന്നല്ലേ കണ്ണല്ലേ ഞാനും എന്താളും ആ 40 പേരും കൊമ്പിളിൽ തൂവും നിലാപ്പൂവുമീ കരമാവിന്റെ കൊമ്പത്തിരിക്കണം അമ്പഴം പോലത്തെ മങ്കപ്പെണ്ണ്
വിസ്മയ പ്രകടനങ്ങളുടെ മായിക കാഴ്ചയൊരുക്കി ഞായറാഴ്ചകളിൽ മലയാളികളുടെ സ്വീകരണ മുറികളിലേക്ക് താരപ്രതിഭകൾ മാറ്റുരയ്ക്കുന്ന സ്വപ്നവേദിയിലെ വിശേഷങ്ങളുമായി സൈലം ടോപ്പ് സിംഗർ സ്റ്റാർ നൈറ്റിന്റെ വേദിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്നേഹസ്വാഗതം. വിസ്മയ പ്രകടനങ്ങളുടെ മായിക കാഴ്ച ഒരുങ്ങുന്നതിന് മുൻപ് നമ്മുടെ പ്രിയപ്പെട്ട മീനൂട്ടിയെ നമുക്ക് വേദിയിലേക്ക് ക്ഷണിക്കാം. വെൽക്കം മീനൂട്ടി. താങ്ക് യു. ഹായ്. ഹലോ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വിശേഷങ്ങളൊക്കെ നമുക്ക് ഒരുമിച്ച് പ്രേക്ഷകരോട് പങ്കുവെക്കാം. ഹാസ്യവേദിയിൽ നിന്നും അഭിനയ പാടവം കൊണ്ട് തെന്നിന്ത്യൻ സിനിമാ ലോകം കൈയടക്കിയ അതുല്യ പ്രതിഭ, ലോകത്തിന്റെ നെറുകയിൽ കയ്യൊപ്പ് ചാർത്തിയ ബഹുമതികളോടെ അഭിനയ സബരിയെ തുടങ്ങുന്ന താരം. സൈലം ടോപ്പ് സിംഗർ സ്റ്റാർ നൈറ്റിന്റെ പ്രൗഢ ഗംഭീര വേദിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം ശ്രീ ഗിന്നസ് പക്രു. വെൽക്കം പക്രു ചേട്ടാ. വെൽക്കം. വെൽക്കം ചേട്ടാ. നമസ്കാരം. നമസ്കാരം. മീനാക്ഷി എത്ര കാലമല്ലേ? അതെ, ഒത്തിരി സന്തോഷം. നമസ്കാരം ചേട്ടാ. എന്തൊക്കെയുണ്ട് പുതിയ വിശേഷം? പുതിയ വിശേഷങ്ങൾ ഇപ്പൊ 2 തമിഴ് പടം ചെയ്തോണ്ടിരിക്കും. ഓ അടിപൊളി. ഒരു പടത്തിന്റെ ഷൂട്ട് കഴിഞ്ഞു, ഒരു പടത്തിന്റെ ഷൂട്ട് നടക്കുന്നു. പടത്തിന്റെ പേര് ബഗീര എന്നാണ്. അടിപൊളി. പ്രഭുദേവ സാറിന്റെ കൂട്ടുകാരനായിട്ട് അഭിനയിച്ചു. ഓ എനിക്ക് അടിപൊളി. ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ജീവാജിയുടെ കൂടെ. ജീവ ഓ ഇനി മേധാവി എന്നാണ് പടത്തിന്റെ പേര്. അടിപൊളി. എപ്പോഴാ റിലീസ് ആവാ രണ്ടും? ഇനി കൊറോണ കാലമല്ലേ, എപ്പോഴാണ് എന്താണ് തിയേറ്ററുകൾ എപ്പോഴും സജീവമാവുന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. എന്തായാലും ആവട്ടെ, നമ്മളെല്ലാരും നോക്കിയിരിക്കുക. അപ്പൊ എന്തായാലും ഇന്ന് നമുക്ക് അടിച്ചു പൊളിക്കാം. നമ്മള് വിളിക്കുമ്പോ ഒന്നും കിട്ടത്തില്ല, ഭയങ്കര തിരക്കായിരിക്കും ചേട്ടൻ. ഇന്നാണ് അറ്റ് ലാസ്റ്റ് നമുക്ക് കിട്ടിയത്. സ്റ്റാർ നൈറ്റില് വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ ഇന്ന് കുറെ പാട്ടും ഡാൻസും ഒക്കെ കാണാം നമുക്ക്. അതെ, അപ്പൊ ഒത്തിരി സന്തോഷമുണ്ട്. കാരണം പലപ്പോഴും ടോപ്പ് സിംഗർ എന്ന് വിളിക്കുമ്പോൾ പങ്കെടുക്കാൻ പറ്റില്ല, പക്ഷേ ടിവിയുടെ മുന്നിൽ ഇരുന്ന് പങ്കെടുക്കാറുണ്ട്. പാട്ടുകൾ കണ്ട് അത്ഭുതപ്പെടാറുണ്ട്. അയ്യോ താങ്ക് യു. ഒരുപാട് സന്തോഷമുണ്ട് ഇന്ന് ഈ കൊച്ചു ഗായകരോടൊപ്പം നിങ്ങളോടൊക്കെ ഒപ്പം. അയ്യോ താങ്ക് യു. പിന്നെ നമ്മുടെ സീറ്റിലിരിക്കുന്നവരാരൊക്കെയെന്ന് അറിയാമല്ലോ. അതെ, ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്നവരാണ് അവര് 3 പേരും. നല്ല സുഹൃത്തുക്കളാണ്. അപ്പോൾ വലിയ സന്തോഷമായിരിക്കും. ഓക്കെ. അപ്പൊ ഇന്നും കുറെ അത്ഭുതപ്പെടാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്, പാട്ടായാലും ഡാൻസ് ആയാലും ഒക്കെ. അപ്പൊ എല്ലാം ഇരുന്ന് കാണാം, ഇന്ന് ടിവിയുടെ ഫ്രണ്ടിൽ എല്ലാം നേരിട്ട് കാണാം. ഓക്കെ, അപ്പൊ ചേട്ടന് സീറ്റിലേക്ക് വെൽക്കം. താങ്ക് യു. താങ്ക് യു ചേട്ടാ. കുറച്ചെടുക്കാം.
സൈലം ടോപ്പ് സിംഗർ സ്റ്റാർ നൈറ്റ് വേദിയിൽ ഒരു മനോഹരമായ പെർഫോമൻസുമായി നമ്മുടെ കൂട്ടുകാരെത്തുന്നു. വെൽക്കം.
ആലാപന സൗന്ദര്യവും സംഗീത മികവും കൊണ്ട് ബോളിവുഡിൽ തരംഗമായി തീർന്ന എവർഗ്രീൻ സൂപ്പർ ഹിറ്റ് ഗാനവുമായി നമ്മുടെ സ്വന്തം ഗായകർ എത്തുകയാണ്. വൈഷ്ണവ് കുട്ടി ആൻഡ് ശിവാനി, വെൽക്കം. നമ്മുടെ സ്റ്റാർ 9 വേദിയിൽ നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് എത്തിയിട്ടുണ്ട് അല്ലെ. വൺ എന്ന മമ്മൂക്ക ചിത്രത്തിലെ സക്സസ്ഫുള്ളി റണ്ണിംഗ് ആയിട്ടുള്ള മമ്മൂക്ക ചിത്രത്തിലെ സീന എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച നമ്മുടെ സ്വന്തം ഗായത്രി ചേച്ചിയാണ്. സോ വെൽക്കം ഗായത്രി. എന്തൊക്കെയുണ്ട് വിശേഷം?
പുതിയ വിശേഷം വൺ തന്നെ. ഇങ്ങനെ സൂപ്പർ ഹിറ്റ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. സീനയ്ക്ക് സുഖമാണ്. സീനയ്ക്ക് ഇത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ വലിയ കുഴപ്പമില്ല. നമസ്കാരം. നമസ്കാരം സിഗുട്ടേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കണു. ഇപ്പൊ 1 എന്നുള്ള സിനിമ സൂപ്പർ ഹിറ്റ് ആണ് മമ്മൂക്കയുടെ അല്ലേ? അതെ അതെ. എനിക്ക് ഗായത്രിയെ കാണുമ്പോൾ കുറച്ചുകൂടെ ഒരു സന്തോഷമുണ്ട്. കാരണം ടെലിവിഷനിൽ നിന്ന് വന്ന ഒരാളാണ് ഗായത്രി. എപ്പോഴും ടെലിവിഷനിൽ നിന്ന് വന്ന ആൾക്കാരോട് പ്രേക്ഷകർക്കൊരു പ്രത്യേക സ്നേഹവും വാത്സല്യവും ഒക്കെ ഉണ്ട്. കാര്യം അവരുടെ വീട്ടിൽ എന്നും വരുന്ന ആൾക്കാരോടുള്ള ഒരു സ്നേഹമാണ് അങ്ങനെയുള്ളവരോട്. ശരിക്കും പറഞ്ഞാൽ ദീപ്തി IPS എന്നാണ് എനിക്ക് തോന്നുന്നത് വിളിക്കാൻ. എനിക്ക് തോന്നുന്നു അങ്ങനെയായിരിക്കില്ലേ പ്രേക്ഷകരെ കൂടുതൽ പേര് വിളിക്കാൻ? കൂടുതലും ദീപ്തി എന്നാണ് വിളി വരുന്നത്. ഞാനും ഗായത്രി എന്നാണോ ദീപ്തി എന്നാണോ വിളിക്കേണ്ടതെന്ന് ഒരു നിമിഷം ആലോചിച്ചു. എന്നെ ഒരുപാട് പേര് ചേച്ചിയായിട്ട് കമ്പയർ ചെയ്യാറുണ്ട്. ഐ മീൻ ചേച്ചിയും ഇങ്ങനെ മിനി സ്ക്രീനിൽ നിന്ന് വന്ന് താരമായതുകൊണ്ടായിരിക്കാം ആശേഷിയെ പോലെ ആവട്ടെ എന്നൊക്കെ പലരും ഇങ്ങനെ ബ്ലസ് ചെയ്യാറുണ്ട്. ഈശ്വര, സന്തോഷം ഇങ്ങനെ കേൾക്കുമ്പോൾ. എങ്ങനെയുണ്ടായിരുന്നു 1 എന്ന് പറയുന്ന മൂവിയുടെ എക്സ്പീരിയൻസ് ഒക്കെ? ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്, വലിയൊരു സ്റ്റാർ കാസ്റ്റ് ആണ്. അതെ അതെ. അപ്പം അതില് ഒരു പാർട്ടാവാൻ പറ്റിയത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. അത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നൊരു ഓഫറായിരുന്നു. അതിപ്പം സീന എന്നുള്ളതാണ് ക്യാരക്ടറിന്റെ പേര്. അത് ഇത്രയും ആളുകളുടെ ഇടയിൽ നിന്ന് നമ്മളുടെ ക്യാരക്ടർ ശ്രദ്ധിച്ച് കുറേ നല്ല റിവ്യൂസ് വരുന്നുണ്ട്. അത് ഒരുപാട് സന്തോഷം. ഓൾ ദി ബെസ്റ്റ്. ഗംഭീരമായിട്ട് ഇനി ഒരുപാട് ചിത്രങ്ങളിൽ ഗായത്രിയെ കാണാൻ പറ്റട്ടെ ഞങ്ങൾക്ക്. താങ്ക് യു സോ മച്ച്. ഞാൻ മീനുക്കുട്ടിയുടെ ഒരു ഫാനാണ്. അമർ അക്ബർ ആന്റണി മുതല്. പിന്നെ എൻ്റെ മോളുടെ ഫേവറേറ്റ് ഷോ ആണിത്. മോളും എൻ്റെ ഹസ്ബൻഡിന്റെ അമ്മയും രണ്ടുപേരും ഈ ഷോ മിസ്സാക്കാറേ ഇല്ല. രണ്ടുപേർക്കും ഒരു ചക്കരവും. അല്ലല്ല, ഷോയെ കുറിച്ചാ പറഞ്ഞ മീനുട്ടി. ഞാൻ അതിന് മുമ്പ് പറഞ്ഞു വാവയ്ക്ക് ഭയങ്കര മുഖമല്ലേ ഏത് ടോപ്പ് സിംഗറിന്റെ ഫേസ് ഓഫ് ടോപ്പ് സിംഗർ ആണ് മീനാക്ഷി. പക്ഷെ അതിന് മുമ്പ് എന്നോട് അല്ല, അതിന് മുമ്പേ മുൻകൂറായിട്ട് താങ്ക് യു അപ്പൊ ഞങ്ങളൊന്നും ആരുമല്ലേ? അതല്ല പറഞ്ഞത്, എന്നോട് പറഞ്ഞു വാവയ്ക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന്. ആ ഭാവയ്ക്ക് ആരെ ഇഷ്ടം? എന്നെ ഇഷ്ടം. അല്ല മീനൂട്ടീനെ ചോദിച്ചോക്ക്. അല്ലേ വാവയ്ക്ക് സാറിനെ ഇഷ്ടമാണ്, മീനുട്ടി ഇഷ്ടമാണ്. എല്ലാരും ഇൻക്ലൂഡഡ് വരത്തില്ലേ? അതിന് സ്വന്തമായിട്ട് എന്തിനാ ക്രെഡിറ്റ് എടുക്കുന്നത്? അയ്യോ, ആദ്യം മീനൂട്ടീനെ ഇഷ്ടമാണെന്ന് ഞാൻ ശരി, അറിയാതെ പറഞ്ഞു പോയി. അതെ, ഞാൻ താങ്ക് യു പറഞ്ഞു പോയി. അതെ ക്ഷമി. പക്ഷെ മീനുട്ടി ഫാൻസ് അസോസിയേഷൻ തന്നെ ഉണ്ട്, അറിയോ ഗായത്രിക്ക്? അത്ര ഇഷ്ടമാണ് മീനുട്ടി ആളുകൾ. എത്ര ലക്ഷം രൂപ മുടക്കിയെന്നറിയോ? എന്നല്ല, ഞാനും മീനുട്ടിയുടെ ഒരു ഫോട്ടോ ഞാൻ എന്റെ പേജിലിട്ടു. എന്തായിരുന്നു അതിന്? ഫോൺ എടുക്കട്ടെ, ഒരു സെൽഫി എടുക്കട്ടെ. അല്ല, ഫോൺ മാറ്റേണ്ടി വന്നു, ഫോൺ പൊട്ടി. മീനുട്ടി മതിയേ. മീനുട്ടിയെ പറ്റിയിട്ട് ആരും അങ്ങനെ ഇതായിട്ട് പറയണ്ട. അങ്ങൾക്ക് ഇഷ്ടമല്ല കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്റെ വീട്ടില് എന്റെ അമ്മൂമ്മ, ആ പ്രായക്കാർക്ക് ഇഷ്ടമല്ലേ? അല്ല, അമ്മൂമ്മ മരിച്ചുപോയി. അവരുടെ പടം ഉണ്ടായിരുന്നു. ഈ കുട്ടിയെ കണ്ടപ്പോ ആ അമ്മൂമ്മയുടെ ചായ എന്ന് പറഞ്ഞിട്ട് എന്റെ വീട്ടില് ഭയങ്കര, ചിലപ്പോ പുനർജന്മമായിരിക്കും. പുനർജന്മല്ല, അതേ പ്രായം പോലെ തോന്നണു. ഹലോ, മനസ്സിലായില്ലല്ലേ? എനിക്ക് മനസ്സിലായി. അവിടെ കത്തിയില്ല. എനിക്ക് കത്തി. ഞാൻ കണ്ണട ഊരി മാറ്റും കേട്ടല്ലോ. കഴിഞ്ഞ ഇവന്റിന് ഞാൻ പുതിയത് വാങ്ങിച്ചു കൊടുത്ത് വിട്ടതാണ്. ആർക്ക്? അങ്കിൾക്ക്. അന്നും പറഞ്ഞു ഇതുപോലെ നോക്കിയിട്ട് എന്തോ അങ്ങനെ എങ്ങനെ. ആരെന്തെങ്കിലും തെറ്റ് പറഞ്ഞ ഉടനെ പറയും കണ്ണാടി കണ്ണാടി കണ്ണാടി. എന്നെ കണ്ട അമ്മൂമ്മനെ വരുണ്ടോ? ഇല്ല ചേച്ചി ഇല്ല. താങ്ക് യു. നീ ഒരു ക്യൂട്ടി പയ്യല്ലേ? അതാണ്. അപ്പൊ ഗായത്രി ചേച്ചി, ഒരുപാട് സന്തോഷം. അവിടെ ഇരുന്ന് നമുക്ക് പാട്ടൊക്കെ കേൾക്കണം. പാട്ടൊക്കെ പാടിത്തരണം. അത് ഞാൻ വിട്ടിട്ടില്ല. പാട്ടൊക്കെ പാടിത്തരണം. ഓക്കെ, താങ്ക് യു. വെൽക്കം. സൈലം ടോപ്പ് സിംഗർ സ്റ്റാർ നൈറ്റ് വേദിയിൽ ഒരു മനോഹരമായ പെർഫോമൻസുമായി നമ്മുടെ കൂട്ടുകാരെത്തുന്നു. വെൽക്കം. ഹേമന്തമെൻ കൈക്കൊമ്പിളിൽ തൂകും നിലാപ്പൂനീ, പൂങ്കാറ്റുപോൽ നിന്നുള്ളിലെ പൂഞ്ചില്ല തേടും ഞാനിതാ. കിളിപാടുന്ന പാട്ടെന്റെ കാതിൽ കളിയോതുന്ന നിൻ വാക്കുപോലെ അതിലൂടെ
ശലഭങ്ങളായി ഇന്നലെയുന്നു നിന്നോർമ്മയാകെ നെഞ്ചിന്നു ഞാലിൽ മെല്ലെ നിന്നെ എന്നും താരാട്ടാമോമൽ പൂവേ ആ ഹേമന്തമെൻ കൈക്കൊമ്പിളിൽ തൂവും നിലപ്പൂനീ സനി സ പമ പ പമ ഗരി സരി നീ കണ്ണിലായിരം മെഴുതിരി മിന്നിടുന്ന പോൽ മെല്ലെ വന്നു നീ ചിരിമലരാജ്യമേകവേ നിൻ ശിശിരങ്ങളിലെ പെയ്ത പുലർവേളയിൽ ഞാൻ മഴവില്ലിനിതളായി മാറി മിന്നൽ കൺചിമ്മും താരം പോലെ ചേരാമോ എന്നും കണ്ണേ ഹേമന്തമിൻ കൈക്കൊമ്പിളിൽ തൂവും നിലപ്പൂനീ പൂങ്കാറ്റുപോൽ നിന്നുള്ളിലെ പൂഞ്ചില്ല തേടുന്നു ഞാനിതാ കിളിപാടുന്ന പാട്ടിന്റെ കാതിൽ കളിയോതുന്ന നിൻവാക്കുപോലെ അതിലോലം അനുരാഗം തേന്മാരിയ സൂര്യ, ആദിത്യ, ഞാൻ എന്തെങ്കിലും പറയണോ നിങ്ങളുടെ പാട്ടിനെ കുറിച്ച്? എന്തേലും പറ. അന്നത്തെ പോലെ ഇന്നും അതിനേക്കാട്ടിൽ മനോഹരമായിരിക്കും. അസലായിരിക്കുന്നു. നിങ്ങളുടെ ശബ്ദമൊക്കെ മാറി വളരെ ഗാംഭീര്യമായിട്ടുള്ളൊരു ശബ്ദം നിങ്ങൾക്ക് ദൈവം തന്നു. അതാണ് നിങ്ങളുടെ എന്താണ് അസറ്റ്. നിങ്ങൾ അസറ്റ് ഹോമിലല്ലേ താമസിച്ചത്? ഇപ്പൊ ഒരു അസറ്റ് കിട്ടിയില്ല കയ്യിൽ. ഹെയർ സ്റ്റൈലൊക്കെ മാറ്റിയില്ലേ? കഴിഞ്ഞോടെ വന്നപ്പോ ഇങ്ങനെ അല്ലായിരുന്നല്ലേ ഈ ഫ്രണ്ടിൽ കൂടി ഇങ്ങനെ? നേരത്തെ UDF ഇപ്പൊ LDF ഇങ്ങനെ മാറി മാറി ഇടതും വലതുമായിട്ട് പോവല്ലേ? ഞാൻ ചിലപ്പോ ഇങ്ങനൊക്കെ ചോദിക്കും. അതിനങ്ങ് അറ്റത്തിരിക്കുന്ന ആൾ എന്നെ ഇങ്ങനെ തറപ്പിച്ച് നോക്കിയിട്ട് കാര്യമില്ല. മുടി ചെയ്യണത് അനുസരിച്ചാണ് പാർട്ടി നിശ്ചയിക്കണേന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു കേട്ടോ. പക്ഷെ ഇതിന് ഇടയിൽ ശിവകുട്ടൻ പറഞ്ഞു ശബ്ദം മാറും ഒരു പ്രായം കഴിയും അല്ലേ? അതെ, ഒരു പ്രായം കഴിഞ്ഞ ആളാടാ ഞാൻ. അന്നും ഇങ്ങനെ എന്നെ പ്രായമായിട്ടും ഇങ്ങനെ ഇനി മാറില്ലല്ലേ? തലയിൽ എഴുതിയിട്ടുണ്ടേ. ദാസേട്ടന് ആ ശബ്ദം കിട്ടിയത് തലയിൽ എഴുതിയത് കൊണ്ടാ. അതെ, അതാണ് പ്രശ്നം. അപ്പൊ എന്നെ ഇനി നോക്കണ്ട, ഇത് ഒന്നും നോക്കണ്ട. എനിക്ക് ഉറക്ക ശബ്ദം ഉണ്ടാക്കി ശബ്ദം അടഞ്ഞാലും കുഴപ്പമില്ല അല്ലേ? എന്തടഞ്ഞാലും എന്ത് തുറന്നാലും. എന്റെ അർത്ഥം മനസ്സിലായ? നന്നാവില്ല എന്നാണ് ആ പറഞ്ഞ എന്റെ അർത്ഥം. അത്ര ഓക്കെ, താങ്ക് യു മക്കളെ. നിങ്ങളൊക്കെ നന്നാവും കേട്ടോ. ഇതൊന്നും കേട്ടൊന്നും പേടിക്കരുത് കേട്ടോ. കാരണം ഇന്ന് ഇത്തിരി വശപ്പശക്കായിട്ടായിരിക്കുന്നത്. ഇന്നത്തെ സ്റ്റാർ നൈറ്റ് മുഴുവൻ മിക്കവാറും ഉടക്കായിരിക്കും. രണ്ടുപേരുടെയും പാട്ട് ഗംഭീരായി കേട്ടോ. അടിപൊളിയായിരുന്നു. അത് മാത്രമല്ല രണ്ടുപേരുടെ ശബ്ദം ഏതാണ്ട് ഒരുപോലെ തന്നെ ഇരിക്കുന്നത്. സഹോദരന്മാരാണോ നിങ്ങൾ? അല്ലല്ലേ? പക്ഷെ സഹോദര ശബ്ദം. ഈ ശബ്ദം മാറുന്നത് ഞങ്ങൾ കണ്ണടച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാത്ത രീതിയിൽ നിങ്ങൾ പാടിക്കളഞ്ഞു അല്ലേ കുട്ടേട്ടാ? സത്യം സത്യം. എന്തായാലും രണ്ടുപേരും പൊളിച്ചടിക്കുക കേട്ടോ. അപ്പൊ ഇനിയും അടുത്ത ഇതിലേക്ക് വരുമ്പോൾ വേറൊരു ഹെയർ സ്റ്റൈലുമായിട്ട് വന്നിട്ട് ഗംഭീരാക്കുക. നീ ഫ്രണ്ടിലോട്ടിട്ടോ? ഫ്രണ്ടിലോട്ടിട്ടോ, സ്വതന്ത്രൻ. നിങ്ങളുടെ പാട്ട് കഴിഞ്ഞ സീസണിൽ TV-യിലാണ് കാണാൻ സാധിച്ചത്. അന്ന് കുറച്ചുകൂടെ ചെറിയ ആൾക്കാരായിരുന്നു. ഇപ്പൊ കുറച്ചുകൂടെ ഒരു അഡൽട്ട് ഫീലാണ്, ഒരു പ്രൊഫഷണൽ സിംഗേഴ്സിന്റെ നീളം വെച്ച ഒരു പൊതുവെ കൊച്ചു കുട്ടികളിൽ നിന്ന് ഒരു അഡൽട്ട് ഫീലുള്ള ഒരു വലിയ കുട്ടികളായിരുന്നൊരു ഫീലിംഗ് ഞങ്ങൾക്ക് കാണുന്നവർക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ട്. ഇപ്പോൾ ആ അന്നത്തെ ഒരു കണ്ടസ്റ്റന്റും ഇന്നത്തെ ഒരു സിംഗറും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? അന്നെന്ന് പറയുമ്പോൾ വന്നു പാടി ഓരോ തെറ്റുകൾ പറഞ്ഞുതരും, മിസ്റ്റേക്കുകളൊക്കെ പറഞ്ഞുതരും. അപ്പം അതൊക്കെ റെഡിയാക്കി ഇപ്പോൾ ഒരുപാട് പഠിച്ചു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വോയിസ് ചേഞ്ച് വന്നു.
അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റി. അപ്പം ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പൊ നിങ്ങക്ക് ഫ്രീ അല്ലേ? ഇപ്പൊ സുഖമായിട്ട് നിന്ന് പാടാമല്ലോ അല്ലേ? മാർക്കില്ല, ഒന്നുമില്ല, തെറ്റ് കണ്ടുപിടിച്ച് പറയില്ല. ആ ഒരു സ്റ്റേജിലെത്താൻ നിങ്ങളെ ടോപ്പ് സിംഗർ നന്നായിട്ട് സഹായിച്ചു അല്ലേ? ഓക്കെ പാ, ഓൾ ദി ബെസ്റ്റ്. ഗംഭീരമായിട്ട് പാടി, പ്രത്യേകിച്ച് പറയണ്ടല്ലോ, അടിപൊളി. അല്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇവിടെ ആശയും പറഞ്ഞു, നിങ്ങളും പറഞ്ഞു, ടെൻഷൻ, പേടി, എനിക്കിതൊന്നുമില്ല. അതിനകത്ത് ഒരു കാര്യമുണ്ട് കേട്ടാ, അത് വിവരമുള്ളവർക്കേ അത് ഉള്ളൂ. എന്താന്ന്? വിവരമേ, 3 അക്ഷരം. അതുള്ളവർക്ക് പേടി വരും, ടെൻഷൻ വരും. അതില്ലാത്തവർക്ക് എന്താണ്? ഞാൻ മേലെ ആകാശം താഴെ ഭൂമി. നിങ്ങൾക്കൊക്കെ ഇങ്ങനെ താഴെ ആകാശവും മേലെ ഭൂമിയാണ്. അപ്പൊ ദേഷ്യം വന്നിട്ടൊന്നും കാര്യമില്ല. ഞാൻ ഉള്ള കാര്യം പറഞ്ഞു. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എനിക്കൊരു ടെൻഷനും ഇല്ല, പേടിയില്ല. എക്സാം അല്ല, എന്ത് വന്നാലും ഞാൻ നേരിട്ട്. ഏത് സ്കൂളില്? കുറെ സ്കൂളുണ്ട്, എല്ലാം കൂടി പറയാൻ പറ്റില്ല. അപ്പോ ഇത് ടെൻഷനും പേടിയും മാത്രം പോരാ, അത് ഉണ്ടായാലും പാട്ട്, ഈ സാധനം കൂടി വേണം അല്ലേ? അതെ, അതാണ് ഇല്ലാത്തത്. നിനക്കുണ്ടാ ഇതിലേതെങ്കിലും? എനിക്ക് ഇവിടെ ഇരിക്കുമ്പോഴാ ടെൻഷൻ. അവിടെ നിന്ന് എന്താ വരുന്നതെന്ന് പറയാൻ പറ്റൂല. പാട്ടിനെ കുറിച്ച് എനിക്ക് ടെൻഷൻ ഒന്നുമില്ല. ഇല്ല, ഇവിടെ നിന്ന് ഒന്നും വരില്ല. ധൈര്യമായിട്ടിരുന്നോ, അപ്പുറത്ത് നോക്കിയാൽ മതി. അത് ഞാൻ നോക്കിക്കോളാം, ബ്ലോക്ക് ചെയ്തോളാം ഞാൻ. ഓക്കെ. ഗായത്രി, സുഖമായിരിക്കുന്നു? ഇപ്പൊ ഒരു പടം 1 അല്ലെ? മമ്മൂക്കയുടെ 1. എങ്ങനെയുണ്ട് എന്റെ എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല റിപ്പോർട്ട്സ് വരുന്നുണ്ട്, നല്ല റിവ്യൂസ് ഉണ്ട്. ക്യാരക്ടറിനെ പറ്റിയിട്ടാണെങ്കിലും സന്തോഷം. എനിക്ക് ഇവരുടെ ടെൻഷന്റെ കാര്യമൊക്കെ ആശ്രയിച്ച് പറഞ്ഞു, പക്ഷെ എനിക്ക് പാവം ബക്രുചേട്ടന്റെ അവസ്ഥ കണ്ടിട്ടാണ് എനിക്ക് ഇവിടെ നിന്ന് ടെൻഷൻ ആവുന്നതിന്റെ. രണ്ടും ഭയങ്കര പ്രശ്നങ്ങളാണ്. അല്ല, ഞാൻ വളരെ സൂക്ഷിച്ച് നീങ്ങിയില്ലെങ്കിൽ ഈ എന്താ പറയുന്നത്, ഞെരിങ്ങി പോകും. ഞാൻ അതിനെക്കാട്ടി ടെൻഷനിലാണ്. അതെന്താ? ഇവിടെ അവിടെയും പോലീസാണ്. ദീപ്തി IPS അവിടെ, ഇവിടെ പക്ഷെ നമ്മള് ജീവിതത്തിൽ പോലീസ് ജീവിതത്തിൽ ശരിക്കും പാവങ്ങളാണെന്ന്. ഓക്കെ, അപ്പം സൂര്യനാരായണൻ ആൻഡ് ആദിത്യൻ, നിങ്ങളുടെ ഓൾറെഡി കഴിഞ്ഞ സീസണിൽ തന്നെ, ഫസ്റ്റ് സീസണിൽ തന്നെ പ്രൂവൺ ആണ് നിങ്ങൾ എത്ര നല്ല സിംഗേഴ്സ് ആണെന്നുള്ളത്. അപ്പം ഇത്തവണ എനിക്ക് പാടി കേട്ടപ്പോൾ ഭയങ്കര കോൺഫിഡൻസാണ് തോന്നി. സൂര്യനാരായണനൊക്കെ എനിക്ക് തോന്നുന്നു വോയിസിൻ്റെ ട്രാൻസിഷൻ സ്റ്റേജിലായിരുന്നു അല്ലേ സീസൺ 1. അപ്പം ലാസ്റ്റൊക്കെ എത്തിയപ്പോൾ അതിൻ്റെ ചെറിയ ടെൻഷനും വോയിസ് ക്രാക്കൊക്കെ വരുന്നതിൻ്റെയൊക്കെ ടെൻഷനൊക്കെ എപ്പിസോഡ്സിൽ കണ്ടിരുന്നു. ഇപ്പോൾ പക്ഷെ ക്ലിയറായി. അന്ന് എനിക്കൊന്നും ജഡ്ജസിൽ ആരോ പറഞ്ഞു നല്ല വോയിസ് ആയിട്ട് വരട്ടെ എന്നൊക്കെ ബ്ലെസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ബ്ലെസ്സിങ്സ് എല്ലാം ഉണ്ട്. ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് നിന്ന് പെർഫോം ചെയ്തതായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് കേട്ടോ. എല്ലാ ഫ്യൂച്ചർ നല്ല ഉയരങ്ങളിലേക്ക് എത്തട്ടെ രണ്ടുപേരും. ഓൾ ദി ബെസ്റ്റ്. മീനൂട്ടി, എന്തോ നമ്മൾ സാധാരണ നമ്മുടെ ടോപ്പ് സിംഗറിലാണ് കൂടുതലായിട്ട് സർപ്രൈസസ് ഒക്കെ കൊടുക്കാറുള്ളത്. പക്ഷെ ഇന്ന് സ്റ്റാർ നൈറ്റിലൊരു സർപ്രൈസ് ഉണ്ട് അല്ലേ? അതെ, എന്താണെന്ന് പറയുന്നതിന് മുമ്പായിട്ട് ഞാൻ ഇവിടെ ഒരാളെ വിളിക്കാൻ പോവാണ്. ആളാരാണെന്ന് വെച്ചാ MG അങ്കിൾ നല്ലൊരു ഓമന പേരിട്ട് വെച്ചിരിക്കുന്ന നമ്മുടെ മാടപ്രാവാണ്. വെൽക്കം. മാടപ്രാവേവാ ഒരു കൂട് കൂട്ടാൻ വാ, ഈ വസന്തകാലം കൈനീട്ടി വരവേൽക്കയായി നീ വാ, മാടപ്രാവേവാ ഒരു കൂട് കൂട്ടാൻ വാ. ഇതുപോലൊരു പാട്ടല്ലേ, എത്ര ആപ്റ്റാണ്. അതായത് മാടപ്രാവേവാ ഒരു കൂട് കൂട്ടാൻ വാ. അതെ, ഇതൊരു സർപ്രൈസ് ആണ് അല്ലേ? MG അങ്കിൾ കിട്ടി. ഞാൻ ഏകദേശം ഒരു 2 വർഷം ഞാൻ ഇദ്ദേഹത്തിന് വേണ്ടി കല്യാണം ആലോചിച്ച ഒരു ബ്രോക്കറാണ്. ഇനി ബുദ്ധിമുട്ടുണ്ടാ. ഓക്കെ, അടുത്ത സർപ്രൈസ് ഞാനായിട്ട് പറഞ്ഞിരുന്നില്ല, മാടപ്രാവ് തന്നെ പറയും. ഓക്കെ, MG സാറിന്റെ പ്രയത്നത്തിന് ഒരു ഫലം ഉണ്ടായിരിക്കും. അടുത്ത 15-ാം തീയതി എന്റെ കല്യാണമാണ്. ടോപ്പ് സിംഗറിന്റെ പ്രേക്ഷകരായ ഒത്തിരി പേര് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ആ പ്രാർത്ഥനയ്ക്ക് അവസാനം ഫലം കണ്ടിരിക്കുകയാണ്. പ്രാർത്ഥന മാത്രമല്ല, ഞങ്ങളൊക്കെ ഓരോ പേരെയും ഫ്രാൻസിസും ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്നിട്ട് ശിശു എല്ലാം കൂടെ ചേർന്നിട്ട് കാണിച്ചു. ഈ ഫോട്ടോ നോക്കിയിട്ട് പറഞ്ഞു 2 വർഷം പറഞ്ഞു. അപ്പൊ ഇപ്പൊ എങ്ങനെയാണ് സംഭവിച്ചത്? ഒരു മാട്രിമോണി സൈറ്റിൽ നിന്ന് ഒരു പ്രപ്പോസൽ ചെയ്യാണ്. അമ്മയ്ക്കൊക്കെ വലിയ സന്തോഷമായി കാണുന്നത്. കാരണം ഒത്തിരി ആഗ്രഹിച്ചാണ് അമ്മ അല്ലേ? അന്ന് പറഞ്ഞല്ലോ.
ഒത്തിരി ആഗ്രഹിച്ചിരുന്നു. അതുപോലെ തന്നെ എന്നാ കല്യാണം എന്നാണ്? ഈ ഏപ്രിൽ 15-ന്. ഓ, ഈ വരുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു അടുത്ത മാസമാണ്. 4 ദിവസമുള്ളൂ. 12, 13, 14, 15 4 ദിവസം കൂടി. 15-ാം തീയതി എൻ്റെ ഒരു പാർട്ടി ഉണ്ടായിരുന്നു. വരുന്നു. കല്യാണം നമുക്ക് 16-ാം തീയതി വയ്ക്കാം. ചിലപ്പോൾ മാറിക്കളയും മനസ്സ് കേട്ടോ. എവിടുന്നാ കുട്ടി? വളരെ അടുത്താണ് സ്ഥലം. കാസർഗോഡാണ്. കാസർഗോഡ്. കുറേ വർഷം കൊണ്ടുള്ള എന്താണ് പ്രയത്നം, എൻ്റെ പ്രയത്നം സബലീകരിച്ചു. പക്ഷെ ആ ഫീസ് ഇഞ്ഞ് തരണേ. മാടപ്രാവ് എന്നാണ് പേര്, ക്ലിപ്സൺ. അപ്പം അങ്ങനെ കല്യാണം ഉറപ്പിച്ചു. 15-ാം തീയതി കല്യാണം അല്ലേ? നല്ല കാര്യമാണ്. എല്ലാവരും ഇങ്ങനെ കൈയടിക്കുകയാണ്, കൂടെയുള്ള ആൾക്കാരെല്ലാവരും കൈയടിക്കുക. എല്ലാവർക്കും നല്ല സന്തോഷമുണ്ട്. കാരണം നിങ്ങളൊരു വഴിക്ക് ആവാൻ പോവാന്നുള്ള നിലയിലാണ് അവരുടെ കയ്യടി. അവരായി, മനസ്സിലായി. അപ്പം ഇന്ന് ഇയാൾ ഒന്ന് അനുഭവിക്കട്ടെ എന്നാണ്. പക്ഷെ അതല്ല, ഇതൊക്കെ വേണം. ഇതൊക്കെ കുറച്ചും കൂടെ സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ അതിനൊക്കെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വരും. എന്തായാലും ഈ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു പരസ്യമായിട്ട് ഇങ്ങനൊരു വിളി, മൈക്കിൽ കൂടെ കല്യാണം വിളിക്കുക. എന്തായാലും നന്നായിരിക്കട്ടെ. കാസർഗോഡ് വഴി കുറേ കൂടുതലാണ് അല്ലേ? അല്പം കുറച്ച് കൂടുതലാണ്. പക്ഷെ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എല്ലാവിധ മംഗളങ്ങളും ഞാനിവിടെ നേരുന്നു. അപ്പൊ അങ്ങനെ ക്ലിപ്സൺ അല്ലേ? എല്ലാരും ക്ലിപ്പൻ എന്നാണ് വിളിക്കാറ്. ക്ലിപ്പെന്നാണ് വിളിക്കുന്നത്. ക്ലിപ്പ് വീണു. വിവാഹ മംഗളാശംസകൾ. ഒത്തിരി സന്തോഷം. പ്രത്യേകിച്ച് ആദ്യമായിട്ടാണ് ഞാൻ ടോപ്പ് സിംഗറിൽ വരുന്നത്. കണ്ടോ ഐശ്വര്യം? കണ്ടോ ആ ഐശ്വര്യത്തിൻ്റെ സൈറൺ മുഴങ്ങുന്ന സൗണ്ട് കേൾക്കുന്നുണ്ടോ? അപ്പോൾ ഭാവി വളരെ സന്തോഷമായിരിക്കട്ടെ. വൈഫ് എവിടുന്നാ? ജർമ്മനിയിൽ നിന്നാ അറിഞ്ഞു. ജർമ്മനിയിലാണ് ജോലി ചെയ്യുന്നത്. ജർമ്മനിയില്ല? അത് ശരി. അവിടെ എന്താ ജോലി? നേഴ്സാണ്. ഓ, ജർമ്മനിക്ക്. അത് ശരി. എന്തായാലും രണ്ടുപേർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ കേട്ടോ. ടോപ്പ് സിംഗറിൻ്റെ ഒരു കുടുംബം എന്താണ്, നിങ്ങളുടെയൊക്കെ തമ്മിലുള്ള ഒരു അറ്റാച്ച്മെൻ്റ് എന്നാണ്, നമ്മളൊക്കെ തമ്മിലുള്ള ഒരു അറ്റാച്ച്മെൻ്റ് എന്താണെന്നാണ് ഇപ്പോൾ ഇത് പ്രൂവ് ചെയ്യുന്നത്. മറ്റൊരു പ്രോഗ്രാമിലും ഉണ്ടാവില്ല ഇങ്ങനെ ഇതിലൊരു കുടുംബാംഗം വന്ന് ഇത്രയും സ്നേഹത്തോടെ എല്ലാവരുടെയും മുമ്പിൽ ഒരു വിവാഹം ക്ഷണിക്കുകയും അതിനെ ആഘോഷിക്കുകയൊക്കെ ചെയ്യുന്നത്. സോ അത്രയും ഒരു യൂണിറ്റിയാണ് നമ്മുടെ ടോപ്പ് സിംഗറിനുള്ളത്. ആ ഒരു സ്നേഹം അങ്ങ് മുമ്പോട്ട് പോട്ടെ. ഞങ്ങളുടെ ബോട്ടിലേക്ക്, കല്യാണം കഴിഞ്ഞവരുടെ ബോട്ടിലേക്ക് വെൽക്കം ടു അവർ ബോട്ട്. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. ക്ലിപ്സൺ ചേട്ടാ, ഇപ്പം ഞങ്ങൾ ഉൾപ്പെടെ പ്രേക്ഷകരും ഒക്കെ നോക്കിയിരിക്കുകയാണ് ചേച്ചിനെ കാണാൻ വേണ്ടിട്ട്. മീനൂട്ടി, നീ ഈ ബോട്ടിലില്ല കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും കാണാൻ വേണ്ടിട്ട് നമുക്ക് കാണണ്ടേ ചേച്ചീനെ? പിന്നെ അപ്പൊ നോയിക്കോ. മാംഗല്യപ്പൂവിലിരിക്കും മാണിക്യത്തുമ്പിലിച്ചു പോരൂ നീ വസന്ത കന്യേ തങ്കത്തേരിൽ മുത്തോല തോരണമിട്ടു മുറ്റം നീളേ മുറ്റം നീളേ. സന്തോഷമായോ? സന്തോഷം. ഞങ്ങൾക്ക് അതിലേറെ സന്തോഷം. ഇനി അനുഭവിച്ചോളൂ. എനിക്കൊരു താങ്ങായി. കാരണം ഇനിയിപ്പം ജർമ്മനിയിൽ പ്രോഗ്രാം വരുമ്പോഴത്തേക്ക് വയലിൻ വേണ്ടല്ലോ. നമ്മുടെ മാടപ്രാവ് അവിടെ ഉള്ളപ്പോഴത്തേക്ക് എനിക്ക് വയലിൻ വേണ്ട. നിങ്ങളൊരു ഗ്രൂപ്പായിട്ട് അവിടെ തുടങ്ങും മ്യൂസിക് ഇതിൻ്റെ. തീർച്ചയായിട്ടും. അപ്പോൾ എല്ലാ മംഗളാശംസകളും. താങ്ക് യു ചേട്ടാ. താങ്ക് യു സോ മച്ച്. God bless you and your wife and all of your family.